ജനം ടിവിയുടെ ഓണവണ്ടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. കനകക്കുന്നിൽ ഓണവണ്ടിയുടെ കലാപരിപാടികൾ പുരോഗമിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ ഓണവണ്ടി എത്തിയ ശേഷം ഇന്ന് ശംഖുമുഖത്താണ് സമാപനം. വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ സ്വീകാര്യത ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശംഖുമുഖത്താണ് വൈകിട്ട് സമാപനം. ഇപ്പോൾ കനകക്കുന്നിൽ കലാപരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ കലാപരിപാടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പാട്ടുപാടുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കുറേയധികം ആളുകൾ ഈ ഓണ വണ്ടിയുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുവാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളടക്കം നമുക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ഒരു നിമിഷം അത് ആഘോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം ഈ ഓണത്തിന് തങ്ങളുടെ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഈ ഓണവുമായി ബന്ധപ്പെട്ട കളികളും ഒക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ കനകക്കുന്ന് ഈ ഓണാഘോഷം നടക്കുന്ന, അതായത് ടൂറിസം വകുപ്പിൻ്റെ ഓണാഘോഷം ഇതിനുള്ളിലാണ് മറ്റ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുന്നിൽ ഇപ്പോൾ ഈ ഓണവണ്ടിയോടൊപ്പം നിരവധി പേരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വണ്ടി അങ്ങനെ രാവിലെ മുതൽ തന്നെ നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തായി പോകുന്നു. അതായത് രാവിലെ മാനവീയം വീതിക്ക് അരികിൽ നിന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ആസ്ഥാനത്തെത്തി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഓണവണ്ടിയുടെ ഭാഗമായി തന്നെ ജനം ടിവിയുടെ ഓണ സമ്മാനമൊക്കെ നൽകി പിന്നീടാണ് ഇപ്പോൾ കനകക്കുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി ശംഖുമുഖത്താണ് സമാപനം ഉണ്ടാക്കുക. അതുവരെയും ഈ ഓണവണ്ടി ഇങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗായകൻ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ള ഈ മലയാളി വേഷത്തിൽ തന്നെ, അതായത് ഈ കേരളീയ വേഷത്തിൽ എത്തിയിട്ടുള്ള ചേച്ചിമാരൊക്കെ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോയി ഒരു കസേര കൊടുത്തു. അപ്പൊ ഇതിനപ്പുറം ഒരു ഭാഗ്യം വേണോ? അതെ, അതെ. തിരുവനന്തപുരത്തെ നമ്മുടെ കൊട്ടാരത്തിനകത്ത് ഇത്രയും ഒരു വരവേൽപ്പ് കിട്ടിയ സ്ഥിതിക്ക് യെസ്, നമ്മുടെ ജനം ടി വിയിലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീരത്നങ്ങൾ ഇങ്ങനെ പിറകിൽ എല്ലാവരും. ഇനിയൊന്നുമില്ല, ഇങ്ങോട്ട് വന്നേ. ഓണം എന്താ പരിപാടി? കുറി ഓണം എല്ലാ വർഷവും ഓണം തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇത്തവണ ജനം ടി വിയുടെ അപ്പോൾ ഓണം എന്തായാലും വൈബ് ഓണം തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്നലെ കണ്ടു അടിച്ചു പൊളിക്കുന്നത്, തിരുവാതിരക്കളിയൊക്കെ ഗംഭീരമായി. ഇന്നലെ നമ്മൾ ഓഫീസിൽ അടിപൊളിയായിരുന്നു. ഓണം സൂപ്പർ സെലിബ്രേഷൻ ആയിരുന്നു. ഇത്തവണ എന്തായാലും ജനം ടി വിയോടൊപ്പം ഇനി നമ്മൾ പല പല പരിപാടികളായിട്ട് കണ്ടു. ഈ അനിലേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോൾ ഓഫ് ട്രാവൻകൂറിൽ നമ്മൾ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒബ്രോൺ മോളിലും അതുപോലെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത്തപ്പൂക്കള മത്സരമൊക്കെ ഗംഭീരമായിരുന്നു. അതായത് ഓരോ അത്തപ്പൂവും ഏതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും മനോഹരമായ അത്തപ്പൂക്കള മത്സരം, ഓണവണ്ടി. അതുപോലെ ഇത്തവണ പ്രേക്ഷകർക്ക് ഒരുപാട് വിരുന്നാണ് ജനം ടി വി ഒരുക്കുന്നത്. എന്തായിരുന്നാലും എല്ലാവരും ജനം ടി വി തന്നെ കാണണം. കാരണം ഒട്ടനവധി ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇത്തവണ നമ്മൾ പ്രേക്ഷകർക്കായി ഒരുക്കുന്നുണ്ട്. ഗോപിക കടന്നു വരും. ഗോപിക ജനം ടി വി സബ് എഡിറ്ററാണ്. പ്രൊട്ടക്ഷൻ ഒക്കെ നോക്കുന്ന വളരെ മിടുക്കിയാണ്. മാത്രമല്ല ഒരു നർത്തകി കൂടിയാണ്. നമ്മുടെ പൂക്കളത്തിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു. അതെ, നർത്തകിയാണ്. സകല കല വല്ലഭയാണ്. അപ്പോൾ എന്താണ് ഓണം പറ? ജനം ടി വിയിൽ എൻ്റെ രണ്ടാമത്തെ ഓണമാണ്. പൂക്കള മത്സരം തൊട്ട് ഇപ്പോൾ ഇതുവരെ ഉത്രാടം വരെ എത്തിയേക്കാണ്. തിരുവോണവും ഇനി എന്നും ജനം ടി വിയോടൊപ്പം തന്നെ ആയിരിക്കും. എന്താ പറയുക, കനകക്കുന്നിൻ്റെ നമ്മുടെ ഒരു മെയിൻ പോയിന്റിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? കനകക്കുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഇന്ന് തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇവിടെ ജനം ടി വിയുടെ പരിപാടിയാണ്. നരേഷ് അയ്യർ ഗാനമേള മ്യൂസിക്കൽ നൈറ്റാണ്. അപ്പോൾ താങ്കളെ കൂടെ ക്ഷണിക്കുകയാണ് അതിലേക്ക്. ഇനി ഒരാൾ ഇരിപ്പുണ്ട്. രാഖി അറിയോ പ്രദീപ്? ഞാൻ പറഞ്ഞത് അതെ, രാഖിയാണ്. നമ്മുടെ ഒരു സറ്റയർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്.
രാഖിയാണ്. ഇക്ഷ എന്നാണ് പേര്. വലിയ ഒരു ജനകീയ പരിപാടിയാണ്. ജനൻ ടി വിയുടെ നല്ലൊരു ജനകീയ പരിപാടി. ഓണവണ്ടി കനകക്കുന്നിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഓണവണ്ടിയിൽ ഒത്തിരി സമ്മാനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊപ്പം തുടരുക. നിരവധി ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അതിൽ തീർച്ചയായും സമ്മാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ മാവേലി തമ്പുരാനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങോട്ട് വന്നേക്കുവാണ്. എന്താ തോന്നുന്നത്? നമ്മുടെ ഈ വൈബൊക്കെ കണ്ടിട്ട് വലിയൊരു നഷ്ടമാണോ സംഭവിച്ചിരിക്കുന്നത്? തിരിച്ചു പോകണമെന്ന് തോന്നുന്നില്ലല്ലേ? സുന്ദരി മണികളായ പെൺകുട്ടികൾ കിരീടം കഴിച്ചു വെച്ച് ഇവിടെ കാണും അങ്ങ് കൂടിയാലോ എന്ന് എന്തായാലും നമുക്കപ്പം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ കൂടെ ചേർന്നിട്ടുണ്ട് മാവേലിയെ കാണാൻ. വളരെയധികം സന്തോഷം. എന്താ പേരെങ്ങനെ? ആതിര, ശിവഗംഗ, ഗോപിക. നമുക്ക് വേണ്ടി ചെറിയൊരു കലാപ്രകടനം. അയ്യോ, ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാ. അപ്പൊ ചിലപ്പോ ഞങ്ങളിവിടെ പ്രൊഡക്ഷൻ ഇറക്കിണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അല്ല, നമുക്ക് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും? ടയേർഡാണ്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വന്നേക്കാണ്. പക്ഷേ ഇവിടെ മഹാബലിയും ജനം ടി വിയും അവതാരകരും ഒക്കെ കൂടെ നിൽക്കുന്ന കണ്ട് അവരിങ്ങനെ ഓടിയെത്തിയതാണ്. എത്തിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുത്ത് വിടണ്ടേ കേട്ടോ? അപ്പൊ ഞാനൊരു ഓണച്ചോദ്യം ചോദിച്ചോട്ടെ? അപ്പൊ ഒരു ഓണച്ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഒരു സമ്മാനം കൈയോടെ അങ്ങ് തരാൻ കേട്ടോ. ഭയങ്കര സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഓണവണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട ഒരു നൃത്തമുണ്ട്, ഒരു കലാരൂപമുണ്ട്. ഏതാണത്? എളുപ്പമാണ്. കലാമണ്ഡലത്തിലുള്ളവരത് പറയണമല്ലോ. തീർച്ചയായും തിരുവാതിര. അല്ല, അത് കലാമണ്ഡലത്തിലെ കുട്ടികൾ അത് പറഞ്ഞില്ലെങ്കിൽ അടി കൊടുത്തേ വിടാൻ. ഇനിയിപ്പോ സമ്മാനം കൊടുത്തു വിടാം അല്ലേ? സമ്മാനം, യെസ്. അപ്പൊ അത് 3 പേര് വന്നിട്ടുണ്ട്. 3 പേർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. ഒരാളാണ് പറഞ്ഞെങ്കിലും അല്ലട്ടോ, മഹാബലി. 3 പേർക്കും നമ്മുടെ മിൽമ നൽകുന്ന ഉപഹാരങ്ങൾ. മിൽമ സാധാരണ മിൽക്ക് പ്രോഡക്റ്റുകളിലാണ് ശ്രദ്ധേയം. നല്ല ഫുഡ് പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതില് ഇൻസ്റ്റന്റ് ഇടിയപ്പം ഞാൻ കഴിച്ചു കേട്ടോ. ഇടിയപ്പം ജസ്റ്റ് എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഇടിയപ്പമായി മാറും. നമ്മുടെ ജോലി ഭാരമൊക്കെ കുറയ്ക്കുകയാണ് മിൽമയുടെ സമ്മാനങ്ങൾ. അപ്പൊ സന്തോഷമായല്ലോ. ഇങ്ങോട്ട് വന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, അവര് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വെറും കൈയോട് കൂടി എല്ലാവരും വിടുന്നത്. അതെ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഈ ഒരു സമയമാണ് നമുക്കൊപ്പം കൂടിയതെങ്കിലും കൈനിറച്ച് സമ്മാനങ്ങളുമായിട്ട് മിൽമ കേരളം കണി കണ്ടുണരും നന്മ. അപ്പൊ ഓണാശംസകൾ. ഓണം അടിച്ചു പൊളിക്കുക. ഓക്കെ, യെസ്. പേര് മഹാബലിക്ക് പേര് പറഞ്ഞു കൊടുക്കൂ. പേര് ഗോപിക, വീട് കോട്ടയം. ഞങ്ങൾ കേരള കലാമണ്ഡലത്തിൽ പഠിക്കണം. ശിവഗംഗ, പാലക്കാട്. ആതിര, നെയ്യാറ്റിൻകര. കോട്ടയം, പാലക്കാട്, നെയ്യാറ്റിൻകര. അപ്പൊ ആശംസകൾ, ഓണാശംസകൾ. പിന്നെ മാവേലിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടി 3 പേര് കൂടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് കടന്നു വരൂ. സന്തോഷം. ജയ്ഷ. എന്ത് ചെയ്യുന്നു? അഭിഷേക്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എസ് എൻ കോളേജ് ചെമ്പഴന്തി പഠിക്കുന്നു. എസ് എൻ കോളേജ് ചെമ്പഴന്തി. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പേര് പറഞ്ഞു. നികിത. ഞാൻ SN ചെമ്പഴന്തി BA ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇതിൽ ഒരാൾ പാടും, അനിൽ നമ്പ്യാർ. അതെ, നന്നായിട്ട് പാടുവോ? അല്ല, വലുതായിട്ട് പാടണ്ട, ചെറുതായിട്ട് പാടി മതി, കുഴപ്പമില്ല. ഓണമല്ലേ, ഓണമൊക്കെ അടിച്ച് പൊളിക്കേണ്ടതല്ലേ? ഒരു മിനിറ്റ് പാടല്ല. ഒരു മിനിറ്റ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാടണോ? പഠിക്കാം. ഓണം വന്നല്ലോ, ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നികിത. അല്ല, ഏതൊക്കെ പാട്ട് പാടി മതി. ഏതെങ്കിലും ഒരു പാട്ട്. വരുന്നില്ലേ വീട്ടിലേക്ക്, പിന്നെ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. എന്തായാലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ടും മലയാളം പാട്ട് മറന്നില്ല. മലയാളത്തോടുള്ള സ്നേഹം ഇപ്പോഴും നിലനിർത്തി പോരുന്നത് നല്ല കാര്യം. പാടൂല, പാടിയാ നമ്മൾ പാടുപെടും. പാടൂല. അപ്പൊ അവർക്ക് വേണ്ടി ഇവിടെ ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ. പ്രദീപ്, പിന്നെ എങ്ങനെയെങ്കിലും സമ്മാനം കൊടുക്കുക, അതാണല്ലോ എന്റെ ലക്ഷ്യം. എളുപ്പമുള്ള ചോദ്യം ചോദിക്കരുത്. ഭയങ്കര എളുപ്പമുള്ള ചോദിക്കരുതെന്നോ?
എന്നാ വളരെ പാടുള്ള ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസവും മലയാള മാസവും ഒക്കെ കാണാതെ അറിയാലോ അല്ലേ? ഏത് മലയാള മാസത്തിലാണ് ഓണം വരുന്നത്? ചിങ്ങം.